ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസും അതിൻ്റെ ആൻസേഴ്സ് എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ചോദിച്ചിരിക്കുന്നത് US ടാക്സ് ഫോമിനെ കുറിച്ചാണ്. അതായത് റീസെൻ്റായി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർ അവർ ഇനി വീണ്ടും US ടാക്സ് ഫോം എല്ലാം സബ്മിറ്റ് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമെല്ലാം സബ്മിറ്റ് ചെയ്തവർ അവർ ഒരിക്കലും ഇനി ഇപ്പോൾ തന്നെ ഈ ഒരു US ടാക്സ് ഫോം ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു മെയിലെല്ലാം വരും. അതായത് ഇപ്പോൾ 2021 സബ്മിറ്റ് ചെയ്തവർക്ക് 2024 അതായത് 3 വർഷത്തിന് ശേഷം അവർക്ക് ഇപ്പോൾ US ടാക്സ് ഫോം വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ 2021 ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ US ടാക്സ് ഫോം എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 2024 ഈ ഒരു ഫോം എക്സ്പയർ ആകുമെന്ന് കാണിക്കും. അതിനാൽ തന്നെയാണ് ഈ എക്സ്പയറിക്ക് മുമ്പായി നമ്മൾ ഇത് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എങ്ങനെയാണ് US ടാക്സ് ഫോം എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഫോം എല്ലാം യൂസ് ചെയ്ത് തന്നെ ഇത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഇയർ എന്നത് ലേറ്റസ്റ്റ് ഇയർ മാത്രമാക്കി എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെ എല്ലാവരും ഇതുപോലെ US ടാക്സ് ഫോം ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ആളുകൾക്ക് അവർക്ക് അവരുടെ US ടാക്സ് ഫോമിൽ ഒരു മെയിലെല്ലാം വന്ന് കുറച്ച് കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ അത് കണ്ടു നോക്കുക. ഇനി അടുത്തതായി ഇവിടെ ഓൾട്ടേഡ് കണ്ടന്റിൽ വന്നിരിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എല്ലാം യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആകുമോ എന്നെല്ലാമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റി നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഏകദേശം 60-70% എല്ലാം ഇത്തരത്തിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റി വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റി റിയലിസ്റ്റിക് ആയി തോന്നുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പ്ലേസിലാണ് ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ താജ്മഹൽ എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾ താജ്മഹലിന് മുമ്പിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്നെല്ലാം പറയുകയാണെങ്കിൽ ഇത് ഫേക്കായ ഒരു വീഡിയോ ആണ്. അതായത് ഇത് ഓൾട്ടേഡ് ആയ ഒരു വീഡിയോ ആണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ഉൾപ്പെട്ട വീഡിയോ ആണ് എന്ന് കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു വോയിസ് എല്ലാം എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് എല്ലാം തന്നെ കുറച്ച് ബ്യൂട്ടിഫൈ അല്ലെങ്കിൽ ഈ ഒരു ഫിൽറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഓൾട്ടേഡ് കണ്ടന്റ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. അതായത് ഇതിനൊന്നും നമ്മൾ അത്രത്തോളം പ്രശ്നമൊന്നും വരാത്ത കാര്യമാണ്. കാരണം ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോസിൽ ഈ ഒരു കാര്യമെല്ലാം ചെയ്യുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ബാക്ക് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക് ഡ്രോപ്പ് എല്ലാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ എല്ലാം യൂസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയെ കുറിച്ച് കുറച്ച് കമൻസ് എല്ലാം വന്നിരുന്നു. അതായത് ചാനലിൻ്റെ നെയിം എല്ലാം മാറ്റുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിൽ ഗുണം ചെയ്യുമോ എന്നെല്ലാം ചോദിച്ച്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലെ തന്നെ അവരുടെ ചാനൽ ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത ചാനലിനെ പേരെല്ലാം മാറ്റിയതിന് ശേഷം അവർക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് എല്ലാം നേടാൻ സാധിച്ചു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇത്തരത്തിൽ എനിക്കും ഇപ്പോൾ കുറച്ച് വീഡിയോ എല്ലാം ബ്രേക്ക് എല്ലാം വന്നത് കാരണം ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ വ്യൂസിലെല്ലാം തന്നെ വളരെ കുറവെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത്തരത്തിൽ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലെല്ലാം വളരെയധികം മാറ്റമെല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ 28 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് 1500 സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ്. അപ്പോൾ നേരത്തെ ഇത്രത്തോളം എനിക്ക് ഈ ഒരു ബ്രേക്ക് എല്ലാം വന്നതിന് ശേഷം അത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ ചാനൽ നല്ല രീതിയിലെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ചാനലിൻ്റെ നെയിം ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ അതിൻ്റെ ടാഗ്സ്, കീവേഡ്സ് ഇതൊന്നും തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് എല്ലാം വരുന്നതും അതുപോലെ നിങ്ങളുടെ ചാനൽ റാങ്കിങ്ങിലെല്ലാം ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർ ആ ഒരു വീഡിയോ കണ്ട് മെസ്സേജ് എല്ലാം അയച്ചിരുന്നു. അതുപോലെ നല്ലൊരു വ്യൂസ് എല്ലാം നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം തന്നെ വീഡിയോയ്ക്ക് താഴെയെല്ലാം കമൻറ്റ് ചെയ്യുക.
ഇതുപോലെ ഓരോ വീഡിയോ ആയി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്